hello. So, sorry guys. So, okay. So guys, ഇന്ന് നമുക്കൊരു സംഭവം ഉണ്ടാക്കാം. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഇപ്പോൾ ഉറങ്ങി എണീച്ചേ ഉള്ളൂ. ആരും ഒന്നും വിചാരിക്കരുത്. ഞാൻ ഇന്നൊരു സംഭവം ഉണ്ടാക്കാൻ പോവാം. എന്ത് സംഭവം എന്ന് പറയാം. ഓക്കെ, ഞാൻ വന്നിട്ട് 34 സബ്സ്ക്രൈബേഴ്സായി എന്ന് തോന്നുന്നതായിരിക്കും. ഞാൻ രാവിലെ എണിച്ച് നോക്കിയതായിരുന്നു. ഇപ്പോൾ ഉറങ്ങി എണിച്ച് എൻ്റെ കണ്ണ് കണ്ടാൽ അറിയായിരുന്നു തോന്നി. സോ ഞാൻ ഇപ്പോൾ ഉറങ്ങി ജസ്റ്റ് നൗ ഉറങ്ങി എണിച്ചേ ഉള്ളൂ. സോ ഇപ്പോൾ ഉറങ്ങി എണിച്ചേ ഉള്ളൂ. സോ ഒന്നുമില്ല, ഞാൻ ഇവിടെ വെച്ചോട്ടെ ഗൈസ്. വരച്ചിരിക്കാൻ എൻ്റെ ക്യാമറ ഇച്ചിരി ബ്ലറാണ്, അതൊന്നും ഓക്കെ. സോ ഒന്ന് എന്താ പറയാന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, സോ 34 സബ്സ്ക്രൈബേഴ്സായി. സോ ഇനി വരുന്ന വ്ളോഗ്സ് നമ്മളുടെ എക്സാം തീർന്നല്ലോ ഗൈസ് ഉണ്ട്. സോ കുറേ പേരുടെയൊക്കെ എക്സാം തീർന്നിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. സോ അഗെയിൻ എക്സാം തീർന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് വെക്കേഷൻ അല്ലേ, നമുക്ക് വെക്കേഷനിലപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം. സോ ഇപ്പോൾ 3 മണി ആയതേ ഉള്ളൂ. സോ അതുവരെ സ്വസ്ഥമായിട്ട് ഞാൻ കടന്നുറങ്ങി. അല്ലെങ്കിൽ ഞാൻ എന്നും രാവിലെ നഖം ഒടിഞ്ഞു, കഷ്ടപ്പെട്ട് ഞാൻ വളർത്തിയത്. ശരി ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ നഖം ഒടിഞ്ഞുപോയി. പിന്നെ പറയാൻ വിട്ടുപോയി ഗൈസ്, ഇവിടെ ഒരു സംഭവം ഉണ്ടല്ലേ. ഇവിടെ ഒരു സംഭവം കാണും. ഇവിടെ ഇത് നോക്കണ്ട, ഇവിടെ ഒരു സംഭവമുണ്ട്, ടാറ്റു. ഇത് വന്ന് മിറർ ആയതുകൊണ്ട് ഇത് വന്ന് ഒരു ടൈപ്പ് ഓഫ് അതിൻ്റെ ആക്ച്വലി ദിസ് ഇസ് നോട്ട് എ ടാറ്റു, ദിസ് ഇസ് ഐ ജസ്റ്റ് ഡ്രോ വിത്ത് എ പെൻ. ഇത് ജെൽ പെൻ, അപ്പോൾ ടാറ്റൂടെ ഒരു ഫീല് വരുന്നുണ്ട്. ഇത് ഞാൻ ഇന്നലെ രാത്രി ദയവേത് കൊച്ചു പിള്ളേരൊന്നും കയ്യിൽ ഡ്രോ ചെയ്യണ്ട. എപ്പോഴെങ്കിലും വരച്ചാൽ മതി. ഇതുപോലെ ഡ്രോ ഒന്നും ചെയ്ത് കളിക്കരുത് കേട്ടോ. ഇത് സ്കിൻ ക്യാൻസറൊക്കെ വരും. സോ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ കുറേ കുട്ടികളൊക്കെ ചെയ്യാതിരിക്കണം. സോ ഇവിടെ ഞാൻ കുറേ എണ്ണം എഴുതിയായിരുന്നു, ഞാൻ അത് മായ്ച്ചു കളഞ്ഞു. സോ ഇന്നലെ രാത്രി ഇത് ഞാൻ വരച്ച്. ഇന്നലെ രാത്രി വരച്ചപ്പോൾ അമ്മയുടെ കയ്യിൽ നിന്ന് കുറേ വഴക്കൊക്കെ കിട്ടി. ഇതാണ് ഞാൻ മായ്ക്കാതെ കിടന്നുറങ്ങി. ഇന്നലെ രാവിലെ ഇപ്പോൾ ജസ്റ്റ് നൗ ബ്രഷ് ചെയ്യാന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പം വെള്ളം കൊണ്ട് മായൂലേ, ആ സമയത്ത് ജെല്ലല്ലേ, വെള്ളം കൊണ്ടപ്പം മാഞ്ഞപ്പം ഈ ഗ്രീനിഷ് കളറാണ്. കൊണ്ടപ്പോൾ ടാറ്റു, അമ്മ ടാറ്റു അടിച്ചാ എന്ന് പറഞ്ഞ് വെച്ചായിരുന്നു. ഞാൻ ജെൽ പെൻ ദേവിയത് അടിക്കാതിരിക്കണം. ഇതുപോലെ ജെൽ പെൻ സാധാരണ ഉള്ള പെൻ അതിലൊക്കെ ഒന്ന് വരയ്ക്കരുത്. ഞാൻ ഇപ്പോൾ 5th പോവാൻ പോകാം. 5th പാസ്സാവുന്നത് പോലെ എനിക്ക് അറിഞ്ഞുകൂടാ. 5th പോകാൻ പോവാം ഗൈസ്. സോ വെക്കേഷനൊക്കെ യൂസ്ഫുള്ളായിട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്, ദയവേത് കടന്നുറങ്ങണം, കഴിക്കണം, ഇങ്ങനൊന്നും ചെയ്യരുത്. കടന്നുറങ്ങണം, കഴിക്കണം, തിരിച്ച് ഫോൺ നോക്കണം, അങ്ങനെയൊന്നും യൂസ്ഫുള്ളായിട്ടൊന്നും ചെയ്യണം. സോ എൻ്റെ ചേട്ടൻ വരുന്ന സമയത്ത് എനിക്ക് ടാബ് മേടിച്ചുകൊണ്ട് വരും. യൂസ്ഫുള്ളായിട്ട് ഞാൻ പറയും, പക്ഷെ ഞാൻ യൂസ്ഫുള്ളായിട്ട് ചെയ്യും, നിങ്ങൾ യൂസ്ഫുള്ളായിട്ട് ചെയ്യണം. അത് ഗൈസ് എൻ്റെ യൂസ്ഫുള്ളായിട്ടാക്കി. ഈ വെക്കേഷനിൽ ദയവേത് ഏതെങ്കിലും ഒരു റൈറ്റിംഗ് ചെയ്യും, ഏതെങ്കിലും എഴുതുന്നൊക്കെ ചെയ്യ് ഗൈസ്. സോ വന്നിട്ട് എനിക്ക് മലയാളം അത്ര വരില്ല. സോ അതുകൊണ്ട് എഴുതിയൊക്കെ ചെയ്യണം. എന്നാലേ വന്നിട്ട് നമ്മൾ 5th 6th 4th എന്നൊക്കെ പറയും കുറേ പേര് പോകും. എഴുതി കുറച്ച് നേരം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആപ്പിൾ, മാംഗോ, ഇന്നത്തെ ഡേ റുട്ടീൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ എഴുതി വയ്ക്കും. അതുപോലെ നിങ്ങൾ ജസ്റ്റ് എഴുതി വെച്ചാൽ മതി. സോ ഇത് എഴുതി നിങ്ങൾ ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യും. എന്നാൽ നിങ്ങൾ 5th പോയെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഹാൻഡ് റൈറ്റിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാം. സോ ഒന്ന് അതൊക്കെ ചെയ്യണം. ഞാൻ ഇന്നലെയൊക്കെ ഇരുന്ന് ചെയ്താണ്. ഇവിടെ ആ ബുക്കും കാണാൻ കിട്ടി. സോ ആ ബുക്കിനെ ഞാൻ കാണിച്ചു കൊടുക്കാം. ഞാൻ ഇന്നലെ ഇരുന്ന് എഴുതിയായിരുന്നു. സോ എന്തൊക്കെ തിങ്ക് സ്മാർട്ട് റൈറ്റ് ഷാർപ്പ് എന്ന് പറയും, റൈറ്റിംഗ് ഷാർപ്പ്. ഇവിടെ എഴുതിയിട്ടുണ്ട്. നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണ്.
സോ ഞാൻ ഇന്നലെ എഴുതിയതാണ് ഗൈസ്, ഞാൻ ഫോട്ടോ ആഡ് ചെയ്യാം. സോ ഞാൻ ഇന്നലെ എഴുതിയതായിരുന്നു. സോ ഇതൊക്കെ ചെയ്യണം ഗൈസ്, പ്ലീസ് ഇതൊക്കെ ചെയ്യ്. സി ഇത് ലാസ്റ്റ് ഇരിക്കുന്ന ജെൽ പെൻ, ഇതൊക്കെ നോർമൽ പെന്നാണ്. സോ അതൊക്കെ നിങ്ങൾ ഇതൊക്കെ ചെയ്തെങ്കിൽ ഇത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടിരിക്കും. സോ യു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റരുതെന്ന് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഇനി ഞാൻ ഫിഫ്ത്ത് ആവാൻ നഖം ഒടിഞ്ഞു ഗൈസ്, ഏതാ ഒടിഞ്ഞു? ഈ സെൻറ്റർ നഖം ഒടിഞ്ഞു. ഇങ്ങനെ ആക്കിയപ്പം വോളിൽ കൊണ്ട്. സോ വേറെ ഒന്നുമില്ല, 5 ആയിക്ക്. എൻ്റെ ഉറങ്ങി ഇപ്പോൾ എണിച്ചുള്ളൂ, ഉറക്കം വന്നിട്ട് ആൻഡ് ഇനി എൻ്റെ വ്ളോഗ്സൊക്കെ ഈ ഇവിടെ എന്തൊക്കെ ചെയ്യുന്നു, നമ്മളെ വെക്കേഷനിൽ എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടാണ് വ്ളോഗ് ഇരിക്കാൻ പോകുന്നത് ഗൈസ്. ഞാൻ വീട്ടിൽ ഇതായി ആരുമില്ല, നോ വൺ ഇസ് ദർ. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട് വെളിയിൽ, അവരോടെ പോയിരിക്കുകയാണ്. ഒരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഉറങ്ങുന്നതുകൊണ്ട് എൻ്റെ മുഖമൊക്കെ കണ്ട ഒരു ഛർദ്ദിക്കും എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ റൂമിൻ്റെ അകത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. സോ യൂസ്ഫുള്ളായിട്ടൊന്ന് മാറ്റണം. ഓക്കെ, 5th കുറേ പേരൊക്കെ വേറെ വലിയ ക്ലാസ്സിലൊക്കെ പോകുന്നുണ്ട്. സോ ഓൾ ദി ബെസ്റ്റ്. ഞാൻ പാസ്സാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ സത്യത്തിൽ. എന്ന് വെച്ചാൽ ഞാൻ ശരിയായിട്ട് പഠിച്ച്, പക്ഷേ എനിക്ക് പറ്റുമെന്നത്ര ഞാൻ പഠിച്ചെടുത്ത്. സോ വേറെ ഒന്നുമില്ല. എൻ്റെ മുടി പറക്കുന്ന കഴിച്ചാൽ അതുകൊണ്ട് ചില പേരൊക്കെ പറയും എന്തിനാണ് ഷോ കാണിക്കുന്നത്, ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ആക്കുന്നത്. സോ ഗൈസ്, ഈ വെക്കേഷൻ ഞാൻ നഖ വളർത്താമെന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഞാൻ ഈ എക്സാം തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ നഖ വളർത്താൻ തുടങ്ങി. അതാണ് ഇത്ര നഖ വളർന്നപ്പോൾ ആരുടെ കണ്ണോ പൊട്ടി, ആരാ കഴിച്ചത്, അവന്മാരെ ഞാൻ എന്നിട്ട് ഇടിക്കും. സോ ഗൈസ്, അപ്പം ഓൾ ദ ബെസ്റ്റ്. കുറേ പേർക്ക് എക്സാമൊക്കെ തീർന്നിട്ടില്ല, എനിക്കറിയാം. സോ ഓൾ ദ ബെസ്റ്റ്. ഇപ്പോഴാണല്ലേ ഞാൻ വലിയൊരു വീഡിയോ ചെയ്തല്ലേ, 1 സെക്കൻഡ് 2 സെക്കൻഡൊക്കെ ചെയ്യുന്നതാണ്. വലിയ ഗസ്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ടിരുന്നു കളിച്ചാനായിരുന്നു. സോ ഗൈസ്, ഓക്കെ, ബൈ. ഫോട്ടോ ആഡ് ചെയ്യാമേ. ഓക്കെ, ബൈ. ഇനി ഒരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, വേറെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കരുതേ. ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഒരു തുള്ളി പോലും ഇല്ല, 24-25 സംതിങ്ങേ ഉള്ളു. സോ അതൊക്കെ ഒന്ന് ചെയ്യാം. സോ ബൈ ഗൈസ്.